നമുക്ക് നമ്മൾ എക്സ്ട്രൂഡ് റിവോൾവ് സ്വീപ്പ് ലോഫ്റ്റ് അത്രയും ടൂൾസ് പറഞ്ഞ് അതിന്റെ തന്നെ കട്ട് ഓപ്പറേഷൻസും ഉണ്ട്. വേറെ ഡിഫറൻസ് ഒന്നുമില്ല, സെയിം തന്നെ. ഇനി അടുത്ത വരുന്നത് ഫില്ലറ്റ്, പാറ്റേൺ, അങ്ങനത്തെ കുറച്ച് മോഡിഫിക്കേഷൻ ഓപ്പറേഷൻസാണ്. ഫില്ലറ്റ് എന്തിനാ കൊടുക്കുന്നത്? ഫില്ലറ്റിന്റെ റോൾ എന്താ? കോർണേഴ്സ്. ഓക്കെ, കറക്റ്റ് ആണ്. ഷാർപ്പ് ആവാതിരിക്കാൻ വേണ്ടി കൊടുക്കുന്ന. നമുക്ക് ഒന്നില്ലെങ്കിൽ നമ്മൾ 2D ഫില്ലറ്റ് പഠിച്ചിട്ടുണ്ട്, അതല്ലാതെ 3D ഫില്ലറ്റ് ഉണ്ട്. ജസ്റ്റ് ഇടയ്ക്കെപ്പോഴും നമ്മളൊക്കെ ചുമ്മാ ഇട്ട് കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ ഞാൻ ചോദിച്ചത് അതിന്റെ യൂസ് എന്താ, പ്രാക്ടിക്കലായിട്ട് ഒരു അതിന്റെ യൂസ് എന്താ അങ്ങനെ ഇടുന്നതിന്റെ? ഷാർപ്പായിട്ടുള്ള കോർണേഴ്സ് കണ്ടോ? ഷാർപ്പായിട്ടുള്ള കോർണേഴ്സ് പല രീതിയിൽ ഡേഞ്ചറാണ്. ഒന്ന്, അത് സേഫ് അല്ല, കൈ മുറിയാനും ഒക്കെ അങ്ങനത്തെ ചാൻസുകൾ ഉണ്ടാവും. പിന്നെ ഒന്ന് വരുന്നത് സ്ട്രെസ് കോൺസെൻട്രേഷൻ കൂടാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു സ്ട്രക്ചർ എടുക്കുമെന്നിരിക്കട്ടെ. ഇങ്ങനെ ഒരു റോഡ്, ഇങ്ങനെ ഒരു സ്ട്രക്ചർ ഞാൻ ഇവിടെ ഫിക്സ് ചെയ്തേക്കുക. ഇവിടെ ഗ്രൗണ്ടായിട്ട് ബോൾട്ട് ചെയ്തോ ഫിക്സ് ചെയ്തോ സിമെന്റ് ചെയ്തോ ഗ്ലൂ ചെയ്തോ വെച്ചെന്നിരിക്കട്ടെ. ഇവിടെ നിന്ന് ഞാനൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യുക. അത് ഫെയിൽ ആവാൻ എപ്പോഴും ചാൻസ് കൂടുതലുള്ളത് ഇതേപോലെ ഷാർപ്പായിട്ടുള്ള പെട്ടെന്ന് ആ ഒരു ഷേപ്പ് മാറുന്ന റീജിയൻസാണ്. അതാണ് ഷാർപ്പായിട്ടുള്ള റീജിയൻസ് ആയിരിക്കും മിക്കപ്പോഴും. അപ്പോൾ അവിടെ ഒന്ന് ഫില്ലറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ട്രെസ് കോൺസെൻട്രേഷൻ കുറയും. അങ്ങനെ പല പല കാരണങ്ങളുണ്ട് ഫില്ലറ്റ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഓപ്ഷൻ ഇവിടെ ഫീച്ചേഴ്സിനകത്ത് ഫില്ലറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ മാനുവൽ ഫില്ലറ്റിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫില്ലറ്റ് എക്സ്പേർട്ട് നമുക്കിപ്പം വേണ്ട, മാനുവൽ ഫില്ലറ്റ് മതി. ഫില്ലറ്റിൻ്റെ ഒരു വേരിയബിൾ ഫില്ലറ്റ് ഉണ്ട്, ഫേസ് ഫില്ലറ്റ് ഉണ്ട്, ഒരു ഫുൾ റൗണ്ട് ഫില്ലറ്റ് ഉണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു കോൺസ്റ്റന്റ് സൈസ് ഫില്ലറ്റ് തന്നെയായിട്ടുണ്ട്. അതെന്താ നോക്കാം. നമുക്ക് അറിയാവുന്ന ജസ്റ്റ് ഇത് ഈ ഒരു എഡ്ജ് പറഞ്ഞു കൊടുത്താൽ മതി. അവിടെ ഫില്ലറ്റ് നോക്കാം. ഉണ്ടോ? ഇതിവിടെ ഇപ്പം ഫില്ലറ്റിന്റെ റേഡിയസിന്റെ വാല്യൂ സെയിം ആയിരിക്കും. ഇനി വരുന്നത് വേരിയബിൾ റേഡിയസ് പറഞ്ഞായിട്ടുണ്ട്. വേരിയബിൾ റേഡിയസ് ആണെങ്കിൽ ഞാൻ ഇങ്ങനെ ഫില്ലറ്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് പല വാല്യൂസ് കൊടുക്കാം. ഇവിടെ V1 ഒരു വാല്യൂ, V2 ഞാനൊരു 10, V1 ഒരു 5. ഓക്കെ. ഇനി ഇവിടെ ഓരോരോ പോയിന്റ് ഉണ്ട്. നമ്പർ ഓഫ് പോയിന്റ്സ് നമുക്ക് ഇവിടെ സെറ്റ് ചെയ്യാം. 3 പോയിന്റ്, അതിനിടയ്ക്ക് 3 പോയിന്റ് വരും. 1, 2, 3. 1, 2, 3. ഞാനിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഓരോ പോയിന്റിന് ഓരോ പേര് വരും. അതിന് നമുക്ക് വേറെ വാല്യൂസ് നമുക്ക് പറഞ്ഞു കൊടുക്കാം. 6. ഇതിവിടെ ക്ലിക്ക് ചെയ്ത് അവിടെ ഞാനൊരു 8. അങ്ങനെ പറഞ്ഞൊക്കെ വരുന്നത് ഡിഫറെന്റ് റേഡിയസാണ് വരുന്നത്. ഓക്കെ. അതൊക്കെ ഭയങ്കര സ്പെഷ്യൽ പർപ്പസ് ആയിട്ടൊക്കെ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ. പിന്നെ വരുന്ന ഒരു ടൂളാണ് ഫേസ് ഫില്ലറ്റ് എന്ന് പറയും. ഫേസ് ഫില്ലറ്റ് എന്ന് പറഞ്ഞാൽ ഫില്ലറ്റിന്റെ വാല്യൂ സെയിം തന്നെയാണ്. നമ്മൾ ഇവിടെ പറയുന്നത് 2-3 ഫേസ് സെറ്റുകളാണ് പറഞ്ഞു കൊടുക്കണേ. ഒന്നും രണ്ട് ഫേസ് സെറ്റ്. ഞാനിപ്പോ ഫസ്റ്റ് ഫേസ് സെറ്റ് ആയിട്ട് ഇത്, സെക്കൻഡ് ഫേസ് സെറ്റ് ആയിട്ട് ഞാൻ ഇതും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് അത് രണ്ടും തമ്മിൽ ഫില്ലറ്റ് ചെയ്ത് തരും. ഫേസ് സെറ്റ് 1 ആയിട്ട് ഈ ഫേസും ഈ ഫേസും, ഫേസ് സെറ്റ് 2 ആയിട്ട് ഈ ഫേസ്. അപ്പൊ നോക്കി ഇത് രണ്ട് ഫില്ലറ്റ് ചെയ്ത് തന്നോ. ഓക്കെ. ഫേസ് 2 ആയിട്ട് നമുക്ക് ഇഷ്ടം പോലെ ഫേസ് പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല, ഒരൊറ്റ ഫേസ് വേണം കേട്ടോ. ഫേസ് 2 കണക്ട് ചെയ്തിട്ട് ഫേസ് സെറ്റ് 1 വരുന്ന ഏതൊക്കെയാണോ അതൊക്കെ ഫില്ലറ്റ് ചെയ്ത് തരും. പിന്നെ ഇവിടെ കണ്ടോ, ഞാൻ ഈ ഫേസ് പറഞ്ഞു കൊടുത്തിട്ടില്ല, പക്ഷെ എന്നാൽ ഇങ്ങോട്ട് കയറി വന്ന കണ്ടോ, ടാൻജന്റ് പ്രൊപ്പഗേഷൻ എന്നൊരു ടൂൾ ഓണാ. അത് ഓഫ് ആണെങ്കിൽ ഇവിടെ വരെ ഈ എഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് ടാൻജന്റ് അല്ലേ, അത് ഓഫ് ചെയ്ത് വെക്കുവാണെങ്കിൽ അങ്ങോട്ട് ടാൻജന്റ് ആവില്ല.
അവിടെ നിന്നു. ഓക്കെ, അത് എല്ലാ ഫില്ലറ്റിനകത്തുണ്ട്. വേരിയബിൾ റേഡിയസ് കോമൺ ആയിട്ടുള്ള മറ്റേ വേരിയബിൾ കോൺസ്റ്റന്റ് റേഡിയസിനകത്തൊക്കെ ഉണ്ട്. ഞാൻ ദേ ഇവിടെ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ടാൻജന്റ് പ്രൊപ്പഗേഷൻ ഓഫ് ആണെങ്കിൽ ഇവിടെ വരെ വരുള്ളൂ, അപ്പുറത്തേക്ക് വരില്ല. കണ്ടാ? ഓക്കെ, അപ്പോൾ അതാണ് ഫില്ലറ്റിൻ്റെ അകത്തെ ഒരു 2-3 ടൈപ്പ്. ഇനി ഒരെണ്ണം കൂടി ഉണ്ട്, നമുക്ക് ഫുൾ റൗണ്ട് ഫില്ലറ്റ് എന്ന് പറയും. ഫുൾ റൗണ്ട് ഫില്ലറ്റ് ഈ ജോമെട്രി അതിന് സ്യൂട്ടബിൾ അല്ല, ഞാൻ വേറെ ജോമെട്രി വരയ്ക്കാം. ഫില്ലറ്റ്, ഫുൾ റൗണ്ട് ഫില്ലറ്റ്. ഇവിടെ ഫേസ് സെറ്റ് 1 ആയിട്ട് ഞാൻ ഈ ഫേസ് സെറ്റ്, ഇതിപ്പോൾ സെക്കൻഡ് ഫേസ് സെറ്റ് ഇവിടെയാണ്, ഇവിടെ സെന്റർ ഫേസാ. സെക്കൻഡ് ഫേസ് സെറ്റ് ആയിട്ട് ഞാൻ ഈ ഫേസ്, സെന്റർ ഫേസ് ആയിട്ട് ഞാൻ ഈ ഫേസ് പറഞ്ഞു കൊടുത്താൽ ആ ഫേസ് കളഞ്ഞിട്ട് ഈ 2 ഫേസിനെ കണക്ട് ചെയ്തിട്ട് ഫില്ലറ്റ് വന്നാണ്ടോ. മനസ്സിലായോ? വാല്യൂ ഇത് രണ്ടും തമ്മിലുള്ള ഡിസ്റ്റൻസ് അതിന്റെ റേഡിയസ് ആയിട്ട് എടുക്കും, അതിന്റെ ഡയമീറ്റർ ആയിട്ട് എടുക്കും. ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്യുവാണേ. ഫേസ് സെറ്റ് 1, ഫേസ് സെറ്റ് 2, ഫേസ് 2 റിമൂവ് ആയിട്ട് ഈ ഫേസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും അറിയാം. ഓ, ഇങ്ങനെ ചെയ്ത്. ഓക്കെ, കണ്ടാ? അൺഡു ചെയ്താണേ, കൺട്രോൾ വൈ റീഡു, അതായത് അൺഡു ആയിപ്പോയി. ഓക്കെ, അതാണ് ഫില്ലറ്റ് വരുന്നത്. ഇതേപോലെ തന്നെ ഷാർപ്പ് കോർണർ കളഞ്ഞ് റൗണ്ട് ആക്കണ്ടെങ്കിൽ നമുക്ക് ചാമ്പർ കൊടുക്കാം. ചാമ്പർ കൊടുക്കാൻ നേരത്ത് ഇവിടെ കുറച്ച് ടൈപ്പ് ഉണ്ട്. അതൊന്ന് നോക്കി കഴിഞ്ഞാൽ ആംഗിൾ ഡിസ്റ്റൻസ്, നമ്മളിത് ഈ എഡ്ജ് പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ അവിടെ ആംഗിളും അതിന്റെ ഡിസ്റ്റൻസ് പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഡിസ്റ്റൻസ് സിമെട്രിക് അല്ലാതെ ആക്കാൻ പറ്റും. അതിനത് ഇവിടെ ഇവിടെ ആംഗിൾ 45 അല്ലാതെ വേറെ ഏത് ആംഗിൾ കൊടുത്തു കഴിഞ്ഞാലും സിമെട്രിക് അല്ലാതെ ആയി. 45 കൊടുത്താൽ മാത്രമാണ് സിമെട്രിക് ആംഗിൾ സിമെട്രിക്. ഞാൻ പറയാം, 45 കൊടുത്താൽ മാത്രമേ സിമെട്രിക് ആവുള്ളൂ. ഓക്കെ, ഇനി അതല്ലെങ്കിൽ ഇവിടെ വേറെ ഓപ്ഷൻ ഉണ്ട് നമുക്ക്. ഇത് കണ്ടോ, ഡിസ്റ്റൻസ് അത് കൊടുത്താൽ നമുക്ക് സിമെട്രിക് മാറ്റി എസിമെട്രിക് കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് വാല്യൂ നമുക്ക് പറഞ്ഞു കൊടുക്കാം. 20ഉം 5ഉം സിമെട്രിക് കൊടുത്തു കഴിഞ്ഞാൽ സിമെട്രിക് വാല്യൂ വരും. ഓക്കെ, പിന്നെ നമുക്കുള്ളത് ഒരു വേർട്ടെക്സ് എന്ന് പറഞ്ഞിട്ടുണ്ട്. വേർട്ടെക്സിനകത്തൊന്നുമില്ല, ഞാൻ ഇങ്ങനെ ഒരു വേർട്ടെക്സ് പോയിന്റ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് ഈക്വൽ ഡിസ്റ്റൻസോ അല്ലെങ്കിൽ ഡിഫറെന്റ് ഡിസ്റ്റൻസോ കൊടുത്തു കഴിഞ്ഞാൽ ഡിഫറെന്റ് ഡിസ്റ്റൻസ് കണ്ടോ. അത് ആണ് ഫില്ലറ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഫില്ലറ്റ് ചാംഫർ. ഇനി നമുക്ക് പാറ്റേൺസിനകത്ത് നമുക്ക് ഒരുപാട് ടൈപ്പ് പാറ്റേൺസ് വരുന്നുണ്ട്. നമ്മൾ തൽക്കാലം നമുക്ക് ഇപ്പോൾ 2 പാറ്റേൺസ് മാത്രം നോക്കാം. ലീനിയർ, സർക്കുലർ പാറ്റേൺ. നമ്മൾ സ്കെച്ചിനകത്ത് നമ്മൾ പാറ്റേൺ ചെയ്തിട്ടില്ലേ, ലീനിയർ സർക്കുലർ പാറ്റേൺ ചെയ്തിട്ടില്ലേ, അതുപോലെ തന്നെ നമുക്ക് ഒരു ഫീച്ചറിനെ പാറ്റേൺ ചെയ്യാൻ വേണ്ടിയുള്ള ഐറ്റം ആണിത്. പാറ്റേൺ എന്ന് വെച്ചാൽ റിപ്പീറ്റ് ചെയ്ത് വരയ്ക്കാൻ വേണ്ടി. ഓക്കെ, പുതിയൊരു പാർട്ട് എടുത്തിട്ട് സ്കെച്ച് ചെയ്യണേ.
ഇവിടെ ഒരു ഹോളോ അല്ലെങ്കിൽ ഒരു പ്രൊജക്ഷനോ ഒക്കെ ഉണ്ടെന്ന് ഇരിക്കട്ടെ, ഹോള് തന്നെ ആയിക്കോട്ടെ. എക്സ്ട്രൂഡ് കട്ട് കൊടുക്കുവാണേ. അത് ഫുള്ള് കട്ട് തന്നെ വേണമെന്നില്ല, ഇങ്ങനെ പകുതി കട്ടോ ഒക്കെ ആയാലും മതി. ഇനി ഒരു എക്സ്ട്രൂഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. എനിക്ക് ഇത് തന്നെ ഒരു 10 ഇങ്ങോട്ടും ഒരു 5 ഇങ്ങോട്ടും വേണമെന്നിരിക്കട്ടെ. ദേ ലീനിയർ പാറ്റേണിനകത്ത് പോവുക. എന്നിട്ട് ഇവിടെ ഡയറക്ഷനായിട്ട് ഈ ഡയറക്ഷൻ, എനിക്ക് അടുത്ത ഡയറക്ഷനായിട്ട് ഈ ഡയറക്ഷൻ. ദേ ഇവിടെ ബൈ ഡിഫോൾട്ട് ഇവിടെ ആയിരിക്കും വരുന്നത്. ഞാൻ ഈ എഡ്ജ് കാണിച്ചു കൊടുത്തു, ഫേസ് അല്ല എഡ്ജ്. അപ്പോൾ ആ ഡയറക്ഷൻ അടുത്തത്. എന്നിട്ട് അടുത്തത് ഇവിടെ ബ്ലൂ കളർ വരുന്ന സമയത്ത് ഇത് ഇവിടെ പോയി ക്ലിക്ക് ചെയ്ത്. ഇനി ഫീച്ചേഴ്സ് ടു, ഇവിടെ ഫീച്ചേഴ്സ് ഉണ്ട്, ബോഡീസ് ടു പാറ്റേൺ ഉണ്ട്. എനിക്കിപ്പോൾ ഇവിടെ ഫീച്ചറാ, അല്ലാതെ ഈ എൻറ്റയർ ജോമെട്രീനെ അല്ലല്ലോ പാറ്റേൺ ചെയ്യുന്നത്. നമ്മൾ ഈ ഒരു കട്ടിന് മാത്രമല്ലേ. അപ്പോൾ ഫീച്ചേഴ്സ് ടു ഇതിനകത്ത് പോയിട്ട് ആ ഫീച്ചറിനെ മാത്രം സെലക്ട് ചെയ്യുക. ഇവിടെ ഈ ഡയറക്ഷനിലേ വരുന്നുള്ളൂ, കാരണം അവിടെ മാത്രമേ നമ്മൾ കൗണ്ട് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ. മറ്റേ ഡയറക്ഷനിൽ കൗണ്ട് ഒന്നാ. ഇവിടെ കൗണ്ടും സ്പേസിങ്ങും പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരണേ കണ്ടോ. ഇനി അതേപോലെ തന്നെ ഈ ഡയറക്ഷനിൽ കൗണ്ടും സ്പേസിങ്ങും. ഓക്കെ, ഇതാണ് പാറ്റേൺ ചെയ്യുന്ന രീതി. മനസ്സിലായോ? ഓക്കെ. ക്രിയോയ്ക്കകത്ത് ഇത് മാത്രമേ ഉള്ളൂ തോന്നണം അല്ലേ? സ്കെച്ച് 2Dക്കകത്ത് പാറ്റേൺ ഇല്ലെന്ന് തോന്നണം അല്ലേ ക്രിയോയ്ക്കകത്ത്? രണ്ടുണ്ടോ? 3Dയിലുണ്ട്, 2Dയിൽ പാറ്റേൺ ചെയ്തിട്ടുണ്ടോ? ആ 2Dയിലില്ല, ക്രിയോയ്ക്കകത്ത് 2Dയിലില്ല, 3Dയിൽ മാത്രം പാറ്റേൺ ഉള്ളൂ. ഓക്കെ, ഇപ്പൊ നമ്മൾ ഇവിടെ ചെയ്തത് ആ ഒരു ഫീച്ചറിനെ മാത്രം പാറ്റേൺ ചെയ്തത്. ഇനി ഫീച്ചറിനില്ല, എനിക്ക് എൻറ്റയർ ജോമെട്രീനെ പാറ്റേൺ ചെയ്യണമെന്നിരിക്കട്ടെ. പാറ്റേണിനകത്ത് പോയിട്ട് ഇവിടെ ഫീച്ചറിന് പകരം ബോഡീസ് ടിക്ക് ഓൺ ചെയ്തിട്ട് ഈ ഒരു എൻറ്റയർ ജോമെട്രീനെ പറഞ്ഞു കൊടുക്കണം. ബാക്കിയൊക്കെ സെയിം തന്നെ. ഡയറക്ഷൻ പറഞ്ഞു കൊടുക്കുക, കൗണ്ട് പറഞ്ഞു കൊടുക്കുക. ഇതിനൊക്കെ ഡയറക്ഷൻ തിരിഞ്ഞു വന്ന് നമ്മൾ ഉദ്ദേശിച്ച ഡയറക്ഷനിലേക്കല്ല പോയത്. ഇവിടെ ഇത് ഈ ആരോ ഉണ്ടോ? ഈ ആരോ എപ്പോ കണ്ടാലും മനസ്സിലാക്കിയോ അത് റിവേഴ്സ് ഡയറക്ഷനാണ്. റിവേഴ്സ് ഡയറക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് അത് പാറ്റേൺ ആയി. ഓക്കെ, ഇവിടെ പാറ്റേൺ ചെയ്തത് എൻ്റെ ജോമെട്രീനെയാണ്. നേരത്തെ പാറ്റേൺ ചെയ്തത് നമ്മൾ എൻ്റെ ജോമെട്രി അല്ല, ഒരു പെർട്ടിക്കുലർ ഫീച്ചർ ഇൻ ദ ജോമെട്രി. ആ ജോമെട്രിക്കകത്ത് ഒരു ഫീച്ചറിനെ നമ്മൾ പാറ്റേൺ ചെയ്തത്. ഇനി അടുത്ത് വരുന്നത് സർക്കുലർ പാറ്റേൺ. സർക്കുലർ പാറ്റേൺ എന്ന് പറഞ്ഞാൽ പേര് തന്നെ ഉണ്ട് സംഭവം എന്താണ്, എബൌട്ട് ആൻ ആക്സിസ്. ഒരു ആക്സിസിന് എബൌട്ട് ആയിട്ടായിരിക്കും പാറ്റേൺ ചെയ്യുന്നത്. ഇപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഒക്കെ പറയുകയാണെങ്കിൽ ഒരു ഫ്ലാഞ്ചിനകത്ത് ഒരു ഹോള് കൊടുക്കുന്നത്, അങ്ങനെ അങ്ങനെ നമുക്ക് പല എക്സാമ്പിൾ പറയാം.
അതൊക്കെ ഞാൻ ഫുൾ ഡിഫൈൻ ഒന്നും ആക്കുന്നില്ല, ഞങ്ങൾ ജസ്റ്റ് വരയ്ക്കുകയാണ്. ഒരു പൈപ്പ് വിത്ത് ഫ്ലാൻസ്, ഒരു ഫ്ലാൻസ് ഉള്ള ഒരു പൈപ്പ്, അതിനകത്ത് ഇടയ്ക്കുള്ള ഒരു ഹോൾ ഉണ്ടെന്നിരിക്കട്ടെ. ആ ഹോളിന്റെ ഒരു പി സി ഡി നമുക്കറിയാം. പി സി ഡി എന്ന് പറഞ്ഞാൽ ഒരു മിനിറ്റാ. ആ സർക്കിളിന്റെ സെന്റർ പോയിന്റ് പറയുന്ന ഓക്കെ, ഈ സർക്കിളിൽ നിൽക്കുന്ന സെന്റർ പോയിന്റ് അതാണ് പി സി ഡി ഉദ്ദേശിക്കുന്നത്. സർക്കുലർ ഫീച്ചേഴ്സ് പരനായിട്ട് ഇവിടെ നമ്മൾ നേരത്തെ ഡയറക്ഷന് പകരം ഡയറക്ഷൻ കാണിച്ചു കൊടുത്തില്ലേ, ഇതിന് ഡയറക്ഷന് പകരം ആക്സസ് കാണിച്ചു കൊടുക്കുന്നത്. ഞാൻ ഈ ഫേസ് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ നടുക്കൂടെയുള്ള ആക്സസ് ഓട്ടോമാറ്റിക്കായിട്ട് എടുത്തോളൂ. എന്നിട്ട് ഇവിടെ എത്ര ഡിഗ്രി വേണം, എനിക്കൊരു 240 ഡിഗ്രിക്കകത്ത് ഒരു 6 മതിയെങ്കിൽ 240 ഡിഗ്രിക്കകത്ത് 6, അല്ല 360 ഡിഗ്രിക്ക് 180 ഡിഗ്രി മതിയെങ്കിൽ 180 ഡിഗ്രി കൊടുക്കുക. 180 ഡിഗ്രിക്കകത്ത് 6 അല്ലെങ്കിൽ 8. ഇനി അതല്ല 360 ഡിഗ്രിക്കകത്ത് 8 ആണെങ്കിൽ 360 ഡിഗ്രി 8. ഈക്വൽ ആയിട്ട് സ്പേസ് ചെയ്തോളൂ. ഇവിടെ ഈക്വൽ സ്പേസിംഗ് ആണ് കൊടുത്തത്. ഇൻസ്റ്റൻസ് ആൻഡ് സ്പേസിംഗിൽ പോയി കഴിഞ്ഞാൽ ഓരോന്നും തമ്മിലുള്ള ആംഗിളും ടോട്ടൽ കൗണ്ടും. ഈക്വൽ സ്പേസിംഗ് ആണ് നമുക്ക് പൊതുവെ വേണ്ടത്. ഓക്കെ, പാറ്റേൺ കൊടുത്തു കഴിഞ്ഞിട്ട് എക്സ്ട്രൂഡ് ചെയ്താലും മതി. പക്ഷേ വിഷയം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചില കേസിലുണ്ടല്ലോ 3D കൺട്രോൾ ചെയ്യേണ്ടി വരുന്നത്. നമ്മൾ ഇനി കുറച്ച് ഫീച്ചേഴ്സ് ഒക്കെ പഠിക്കും. ഹോൾ വിസാർഡ് ഒക്കെ നമ്മൾ പഠിക്കും. അപ്പൊ ഈ ഹോൾ വിസാർഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് കുറെ സാധനങ്ങൾ അതിനകത്ത് തന്നെ ഉണ്ട്. എനിക്ക് പല ടൈപ്പ് കൗണ്ടർ സംഘം, കൗണ്ടർ ബോർ ആയിട്ടുള്ള, കൗണ്ടർ സിങ്ക് ആയിട്ടുള്ളത്, കൗണ്ടർ ബോർ ആയിട്ടുള്ളത്, ത്രെഡ് ഉള്ളത്, അങ്ങനെ പല പല ടൈപ്പ് പ്രീ ഡിഫൈൻഡ് സ്റ്റാൻഡേർഡ് ഹോളുകളുണ്ട്. ആ ഹോൾസ് ഒക്കെ ആണെങ്കിൽ ഇതാണെങ്കിൽ ചുമ്മാ കട്ട് മാത്രം. സോഫ്റ്റ്വെയറിന് ഒരു പ്രത്യേക ഹോളൊന്നുമല്ല, വെറുതെ എന്തോ ഒരു കട്ട്, അത്രേ ഉള്ളൂ. പക്ഷെ ഇതേപോലെ സ്പെസിഫിക് ആയിട്ടുള്ള ഫീച്ചേഴ്സിനെ പാറ്റേൺ ചെയ്യണമെങ്കിൽ 2Dക്കകത്ത് പോയി കഴിഞ്ഞാൽ പറ്റൂല, 3Dക്കകത്ത് അങ്ങനത്തെ ഫീച്ചേഴ്സ് ഉള്ളൂ. മനസ്സിലായോ? ഓക്കെ, അത് നമ്മളിനി ഡ്രാഫ്റ്റിംഗ് ഒരാൾക്ക് വരാന്ന് പറഞ്ഞിട്ട് കണ്ടില്ല. ഒരു മിനിറ്റാ. ഹലോ. കണ്ടില്ലെന്ന് പറഞ്ഞേ ഉള്ളൂ, വിളിക്കാൻ പോവായിരുന്നു. ഓക്കെ, നിന്നെ മറന്നുപോയോ? മറന്നുപോയോന്ന്? ഓ, എവിടെയാ ജോയിൻ ചെയ്തേ? QA/QC അല്ലേ? ഓക്കെ, അപ്പൊ നമ്മൾ എന്തോ പറഞ്ഞോണ്ടിരുന്നേ? ഞാൻ പറഞ്ഞു മറ്റേ ഇവിടെ ഹോൾ വിസാർഡ് എന്നൊരു ഫീച്ചർ ഉണ്ടോ? അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലത്തെ കുറച്ച് സ്റ്റാൻഡേർഡ് ഹോളുകളുണ്ട്. ആ സോറി 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 സോറി
സ്ക്രീൻ കാണാലോ അല്ലേ? ആ, ഇത് കണ്ടോ? കൗണ്ടർ സംഘ് 6 ഹെഡുള്ള ഒരു ഹോളാ. അത് ത്രൂ അല്ല വന്നത്, ത്രൂ ആണ് ഞാൻ ഉദ്ദേശിച്ചത്, ത്രൂ ആക്കാം. ഇത് മെട്രിക് അല്ല എടുത്തേക്കുന്നത്, ഇഞ്ച് ടൈപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ. ഇഞ്ച് ഇഞ്ച് ടൈപ്പാണ് എടുത്തേക്കുന്നത്. മെട്രിക് വേണമെങ്കിൽ മെട്രിക് പോവാം. മെട്രിക് M6 എടുക്കുക, അല്ല M8 ഒരുപാട് വലുതായിട്ട്, M5 ത്രൂ ഓൾ. ഓക്കെ, ഇത് കണ്ടോ? ഈ ഒരു ഫീച്ചർ, ഇതൊരു ഒരു പെർട്ടിക്കുലർ ഫീച്ചർ ആയിട്ടാണ് ഇത് വന്നേക്കുന്നത്. എന്നിട്ട് അതിനെ പാറ്റേൺ ചെയ്ത് കഴിഞ്ഞാൽ ആ ഫീച്ചറിനെ പാറ്റേൺ ചെയ്തതിന് തുല്യമാവും. പക്ഷെ 2Dയിലാണെങ്കിൽ അങ്ങനെ വരില്ല. സുതിമോൾ ഒന്നും മനസ്സിലാവണില്ലല്ലോ? ആ, മനസ്സിലായി. നമ്മള് വീഡിയോ ഞാൻ അയക്കാം, എന്തായാലും റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഒന്ന് കണ്ടു കേട്ടോ. നമ്മൾ 2Dയിൽ പാറ്റേൺ ചെയ്തിട്ടില്ലേ, അതുപോലെ നമ്മൾ 3Dയിൽ പാറ്റേൺ ചെയ്തോണ്ടിരിക്കുക ഇപ്പൊ. ഓക്കെ, ഈ ഹോൾ വിസാർഡ് ഫീച്ചേഴ്സ് നമ്മൾ അടുത്ത് പറയാൻ പോവാണേ. നമ്മളിപ്പോ ഈ ലീനിയർ പാറ്റേൺ, സർക്കുലർ പാറ്റേൺ പറഞ്ഞു, പിന്നെ ഫില്ലറ്റ് ചാമ്പർ, അത്രേ പറഞ്ഞിട്ടുള്ളൂ. ഇപ്പം ആ 3Dയിലെ പാറ്റേണിന്റെ യൂസ് മനസ്സിലായോ ജിയോ അൽഫാസ്? ഓക്കെ, ഇനി നമുക്ക് ഇതേപോലത്തെ കുറച്ച് പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഹോളുകളുണ്ട്. അതൊക്കെ എടുക്കാൻ വേണ്ടി നമുക്ക് ഇവിടെ ഹോൾ വിസാർഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ടേ, അതിനകത്ത് പോയാൽ മതി. ഞാനിപ്പം വേറെ ഫിഗറിലേക്ക് പോകുന്നില്ല, ഇവിടെ തന്നെ അത് കാണിക്കുക. ഹോൾ വിസാർഡിനകത്ത് പോയി കഴിഞ്ഞിട്ട് ഇവിടെ ഹോൾ ടൈപ്പ് ഉണ്ട്, കൗണ്ടർ സിങ്ക് ഉണ്ട്, കൗണ്ടർ ബോർ ഉണ്ട്. കൗണ്ടർ സിങ്ക് വെച്ചാൽ ഇങ്ങനെ ഇരിക്കും, അതായത് സ്ക്രൂ ഒക്കെ ആണെങ്കിൽ അതിന്റെ ഹെഡ് കയറി ഇതിനകത്തിരിക്കും. അപ്പോൾ സ്ക്രൂവിന്റെ ഹെഡും ഇതും അലയായിട്ടിരിക്കും. മറ്റേ ഹെക്സാണൽ ബോൾട്ട് ഒക്കെ ആണെങ്കിൽ അതിന്റെ മുകളിലേക്ക് നിൽക്കില്ലേ, അങ്ങനെ നിൽക്കാതെ സ്ക്രൂവിന്റെ ഹെഡ് അലയായിട്ടിരിക്കാൻ വേണ്ടിയുള്ള. ഇനി കൗണ്ടർ സിങ്ക് ഉണ്ട്, ഇനി കൗണ്ടർ ബോർ ഉണ്ട്. കൗണ്ടർ ബോർ ഒരു അതിന് കൗണ്ടർ ബോറിനകത്ത് പോവുക, പൊസിഷനകത്ത് പോയി കഴിഞ്ഞാൽ 3D സ്കെച്ച് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. 3D സ്കെച്ചിനകത്ത് പോയിട്ട് നമുക്ക് വേണ്ട ഒരു സ്പോട്ടിൽ കൊണ്ടൊരു ഹോൾ അങ്ങ് ഇടുക. ഇപ്പൊ ഞാൻ ഇട്ടേക്കുന്ന ഹോൾ എന്ന് വെച്ചാൽ എവിടെയോ കിടക്കുക, അതിന് സ്പെസിഫിക് ആയിട്ടല്ല ആ ഹോള്. ഇനി ആ ഹോളിന് നമുക്ക് ഡയമെൻഷൻസ് ഒക്കെ കൊടുത്ത് കറക്റ്റ് നമുക്ക് വേണ്ട ഒരു ലൊക്കേഷനിലേക്ക് നമുക്ക് കൊണ്ടുവരാം. ഡയമെൻഷനോ എങ്ങനെയാന്ന് വെച്ചാൽ. ഇനി അതല്ല, വേറൊരു ഒരു പ്രീഡിഫൈൻഡ് ആയിട്ട് ഒരു പോയിന്റ്, ഒരു പോയിന്റ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ പോയിന്റിൽ നമുക്ക് കൊണ്ട് പ്ലേസ് ചെയ്യാം. ഞാൻ നോക്കി ഈ ഫേസിൽ സ്കെച്ച് കൊടുത്തിട്ട് Ctrl 8 നോർമൽ 2 നോക്കി ഇവിടെ ഞാൻ ഒരു പോയിന്റ് ഇടുക. അപ്പോൾ ആ പോയിന്റിനെ നമുക്ക് കറക്റ്റ് ഡയമെൻഷൻസ് കൊടുത്ത് ഞാൻ ആ പോയിന്റിനെ ഒരു സ്പെസിഫിക് ലൊക്കേഷൻ ആണെന്ന് ഉറപ്പുവരുത്തുക. ഹോൾ വിസാർഡിനകത്ത് പോവുക, കൗണ്ടർ ബോർ, പൊസിഷൻ, 3D സ്കെച്ച്, എന്നിട്ട് കറക്റ്റ് ആ പോയിന്റിൽ കൊണ്ട് ക്ലിക്ക് ചെയ്യുക. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ അതവിടെ ആയി. അപ്പോൾ അങ്ങനെ നമ്മുടെ കൺട്രോളിലാ പോയിന്റ്. ഓക്കെ, ഇനി ഈ സ്കെച്ചിനെ പോയി എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഈ സ്കെച്ച് 6-നകത്തല്ലേ പോയിന്റ് കിടക്കണേ, അതിനെ പോയി എഡിറ്റ് ചെയ്ത് അതിന്റെ ലൊക്കേഷൻ മാറ്റണമെങ്കിൽ നമുക്ക് ഇങ്ങനെ മാറ്റാം. ഇൻസ്റ്റന്റ് 2D എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്, അത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇൻസ്റ്റന്റ് 2Dയും ഇൻസ്റ്റന്റ് 3D ഉണ്ട്. അത് രണ്ടും ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്യാം പൊസിഷൻസ്. ഇങ്ങനെ ഒരു ബ്ലൂ ഡോട്ട് വേണം, അത് പിടിച്ച് ഡ്രാഗ് ചെയ്താൽ മതി. നമ്മൾ 3D സ്കെച്ച് ഇട്ടേക്കുന്നത് കറക്റ്റ് ആ പോയിന്റിന്റെ മുകളിലല്ലേ, അതുകൊണ്ട് ആ പോയിന്റിനെ അഡ്ജസ്റ്റ് ചെയ്യുന്നതനുസരിച്ച് ഇതും മാറിക്കോളും. അപ്പൊ ഇതേപോലെ കുറെ പ്രീ ഡിഫൈൻഡ് ആയിട്ടുള്ള ഹോളുകൾ ഓൾറെഡി നമ്മുടെ എവിടെയുണ്ട്,
ഈ ഹോൾ വിസാർഡ് എന്ന് പറഞ്ഞ ടൂളിനകത്തുണ്ട്. ഓക്കെ, ഇനി നമുക്ക് വരുന്നത് ഇവിടെ ത്രെഡ് എന്ന് പറഞ്ഞൊരു ടൂളുണ്ട്, അതും കൂടെ നമുക്ക് നോക്കാം. ത്രെഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, നമുക്ക് വേണ്ട പിച്ചിലും സ്റ്റാൻഡേർഡിലും ഉള്ള ത്രെഡ് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. ത്രെഡ്സിനകത്ത് പോവുക, എന്നിട്ട് അവിടെ ആദ്യം ചോദിക്കുന്നത് അവരിവിടെ ഒരു ലൊക്കേഷൻ ചോദിക്കും, ത്രെഡ് ലൊക്കേഷൻ. ഞാൻ ത്രെഡിന്റെ ലൊക്കേഷൻ, ഇപ്പൊ എനിക്ക് ഇതിനകത്ത് ഇന്നറോ ഔട്ടറോ ഒക്കെ ത്രെഡ് കൊടുക്കാൻ, ഞാൻ തൽക്കാലം ഔട്ടർ കൊടുക്കുവാണേ. ഇവിടെ പറഞ്ഞു കൊടുത്തു. ഓക്കെ, ബൈ ഡിഫോൾട്ട് അവരൊരു സൈസ് തരും, നമുക്ക് വേണമെങ്കിൽ നമുക്ക് മാറ്റാം. എനിക്ക് ഇഞ്ച് വേണ്ട, എനിക്ക് മെട്രിക് ടൈപ്പ് മതി. M12 വേണ്ട, M1.2 വേണ്ട, അത് ഭയങ്കര ചെറുതായിപ്പോയി. ഒരു M16x2 എന്ന് പറഞ്ഞിട്ട് സ്റ്റാൻഡേർഡ് ഞാൻ സെലക്ട് ചെയ്തു. ഓക്കെ, എന്നിട്ട് അതിന്റെ ഡെപ്ത് M16 പിച്ച് 2, പിച്ച് എന്ന് വെച്ചാൽ അഡ്ജസ്റ്റന്റ്, ഇവിടുന്ന് ഇവിടെ വരെയുള്ള ഡിസ്റ്റൻസ് അല്ലേ. എന്നിട്ട് ഇവിടെ കട്ട് ത്രെഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷനാണ്. കട്ട് ത്രെഡ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ സെലക്ട് ചെയ്ത ആ ഫേസിനെ കട്ട് ചെയ്തിട്ട് ത്രെഡ് ഉണ്ടായി വരും. നോക്കിയേ, ത്രെഡ് ഉണ്ടായി വന്നാണ്ടോ. ഇതൊക്കെ നമ്മൾ ഈ ടൂൾസ് ഉപയോഗിക്കാതെ ചെയ്യണമെങ്കിൽ നമ്മൾ സ്വീപ്പ് ഒക്കെ ഇല്ലേ, സ്വീപ്പ് കട്ടൊക്കെ ഉപയോഗിക്കണം. അത് പല രീതിയിൽ സ്വീപ്പ് കട്ട് ഉപയോഗിക്കണം, അത് നമ്മൾ കുറച്ചുകൂടെ ടൂൾസ് പഠിച്ച് നമുക്ക് പറയാം. ഇവിടെ ഞാൻ ത്രെഡ് കൊടുത്തു കഴിഞ്ഞപ്പോൾ ഒരു കുഴപ്പമുണ്ടായി. നോക്കി, ത്രെഡിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇവിടെയാ. ഇങ്ങനെ സ്റ്റാർട്ടിംഗ് പോയിന്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തേക്ക് നമുക്ക് നട്ടോ എന്തെങ്കിലും കയറ്റാൻ പറ്റുമോ? സ്റ്റാർട്ടിങ് ഇവിടെ ആയിപ്പോയി. ഞാൻ ഈ ഒരു ഫീച്ചർ ഒന്ന് എഡിറ്റ് ചെയ്യുവാണേ. റൈറ്റ് ക്ലിക്ക്, എഡിറ്റ് ഫീച്ചർ. നമുക്ക് ഇവിടെ ഓഫ്സെറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഈ എഡ്ജ് ആയിട്ട് ഞാൻ ഇവിടെ അല്ലേ പറഞ്ഞേ, അവർ അവിടെ നിന്ന് തന്നെ തുടങ്ങി. ഇവിടെ ഓഫ്സെറ്റ് പറഞ്ഞു കൊടുത്തിട്ട് ദേ ഒരു 5 mm ഓഫ്സെറ്റ് കൊടുത്തു. ഓഫ്സെറ്റ് അവർ മുകളിലേക്ക് പോയി, മുകളിലേക്കല്ല റിവേഴ്സ് താഴേക്ക് കൊടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത്, അപ്പോൾ അവിടെ എൻട്രി കറക്റ്റ്, ത്രെഡിന്റെ എൻട്രി കറക്റ്റ് കിട്ടും. ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നേരത്തെ പോലെ അല്ല, നല്ല പ്രോപ്പർ ആയിട്ടൊരു എൻട്രി ഉണ്ട്. ഇവിടെ സൂപ്പർ ആയിട്ട് കയറി പൊക്കോളും. ഇതാ ഇതുവഴി കയറി. അല്ല, കട്ട് ചെയ്ത് കളയോ ചെയ്തേ. അത് രണ്ട് രീതിയിൽ നമുക്ക് കൊടുക്കാം. ഇപ്പം ചെയ്ത ഫീച്ചർ അനുസരിച്ച് ഞാൻ കട്ട് ചെയ്യുക ചെയ്തത്. അതല്ലാതെ ഇവിടെ എക്സ്ട്രൂഡ് ത്രെഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ഉണ്ട്. എക്സ്ട്രൂഡ് ത്രെഡ് കൊടുക്കാൻ നേരത്ത് ഒരു കാര്യമുണ്ട്, അതല്ലേ ചോദിച്ചേ. ഡെപ്ത് അത് പിച്ച് അനുസരിച്ച് വരും. പിച്ച് നമ്മൾ പറയുന്നുണ്ടല്ലോ, 2 പറയുന്നുണ്ടല്ലോ. അപ്പൊ ആ ട്യൂൺ കൂട്ടിയുള്ളതാണ് എടുക്കുന്നത്. ആ ട്യൂൺ കൂട്ടിയുള്ള എടുക്കുന്നത്. നമുക്ക് 32 വേണമെങ്കിൽ ഞാൻ ഇവിടെ 30 അല്ലേ പറഞ്ഞത്, 35 കൊടുക്കണം. 35 കൊടുക്കണം, എന്നാലേ 30 കിട്ടുള്ളൂ കേട്ടോ. അത് ചോദിച്ചാൽ നന്നായി. ആ ഡെപ്ത് കുറഞ്ഞാണ് ഇവിടെ വരുള്ളൂ കേട്ടോ. സത്യം മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, ജിയോ ആണോ അൽഫോസ് ആണോ ചോദിച്ചേ? ഓക്കെ, രണ്ടുപേർ ജിയോ. ഓക്കെ അല്ലേ? ഓക്കെ, സെറ്റ്. നോക്കി, ഇവിടെ ത്രെഡ് ചെയ്തേക്കുന്നത് നമുക്ക് പല രീതിയിൽ ത്രെഡ് ചെയ്യാം കേട്ടോ. ഇവിടെ നോക്കി, ഈ ഫേസിൽ നിന്ന് ത്രെഡ് കട്ട് ചെയ്ത് കളയോ ചെയ്ത്, കട്ട് ചെയ്താണ് ത്രെഡ് ഉണ്ടാക്കിയേക്കുന്നത്. ഇനി അതല്ലാതെ നമുക്കിവിടെ നോക്കി, ഇവിടെ എക്സ്ട്രൂഡ് ചെയ്ത് ത്രെഡ് ഉണ്ടാക്കാം. കട്ട് ത്രെഡ് ഇപ്പം കിടക്കുന്ന എക്സ്ട്രൂഡ് ത്രെഡ് ഉണ്ടാക്കാം. പക്ഷെ എക്സ്ട്രൂഡ് ത്രെഡ് ഉണ്ടാക്കാൻ ഒരു കാര്യമുണ്ട്. ഈ പ്രൊഫൈല് ഇതിപ്പം ഒരു ട്രപ്പിസോയിഡൽ ഷേപ്പുള്ള പ്രൊഫൈലാ. അത് മിറർ ചെയ്യണം, മിറർ പ്രൊഫൈൽ ചെയ്യണം, അതല്ലേ പുറത്തേക്ക് നിൽക്കുള്ളൂ. മിറർ പ്രൊഫൈൽ ചെയ്യാൻ നേരത്ത് ഇവിടെ ഓഫ്സെറ്റ് കൊടുത്തേക്കുന്ന കാരണം ഒരു വിഷയം ഉണ്ടാവും, കാണിച്ചു തരാം. ഇങ്ങനെ പുറത്തേക്ക് നിൽക്കും.
അത് നമുക്ക് അടുത്ത പരിപാടി ഉപയോഗിച്ച് കളയാം. ഞാൻ ദേ ഇവിടെ ഒരു വലിയ സർക്കിളോ എന്തെങ്കിലുമൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്ത് കളഞ്ഞാൽ മതി. ഇത് നമ്മുടെ അപ്പോഴത്തെ ഐഡിയ അനുസരിച്ച് ചെയ്യാം. പൊതുവെ ഇങ്ങനെ പുറത്തേക്കുള്ള ത്രെഡ് ഉണ്ടാക്കാറില്ല, പ്രത്യേകിച്ച് മെറ്റലാണെങ്കിൽ. നമ്മൾ കട്ട് ചെയ്ത സാധനമാണ് ഉണ്ടാക്കുകയുള്ളൂ അല്ലേ. അതല്ലേ മാനുഫാക്ചറിങ് എളുപ്പം പറ്റുള്ളൂ. ഇവിടെ ഇങ്ങനെ നിൽക്കുമല്ലേ, അതിനെയും കട്ട് ചെയ്ത് അങ്ങനെ മതി. ഓക്കെ, എപ്പോഴും നമുക്ക് ആ എൻട്രി ഒക്കെ പ്രോപ്പറായിട്ട് കിട്ടും. പക്ഷെ ഇവിടെ ഈ ഈ ഡയനേക്കാളും കൂടുതലായിരിക്കും. മറ്റേ കേസിൽ അങ്ങനെയല്ല, അകത്തേക്ക് കട്ടായിരിക്കും കിടക്കുന്നത്. ഓക്കെ, അതാണ്. അപ്പോൾ ഇല്ല 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 ഇല്ല, അങ്ങനെ ഉപയോഗിക്കില്ല. ഞാൻ ജസ്റ്റ് അങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളത് പറഞ്ഞതേ ഉള്ളൂ. അത് എപ്പോഴാ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ ഷാഫ്റ്റിനല്ല, നമ്മൾ ഹോളിന്റെ കേസിൽ ത്രെഡ് ഡിഫൈൻ ചെയ്യാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ പറഞ്ഞു കൊടുക്കാം. ഓക്കെ, ഇതിപ്പം ഷാഫ്റ്റിലല്ലേ ഇട്ടത്, ത്രെഡ് നമ്മൾ ഷാഫ്റ്റിലല്ലേ ഇട്ടത്, നമ്മള് ഔട്ടർ അല്ലേ ഇട്ടത്. ഇപ്പൊ ഇന്നറിൽ ത്രെഡ് ഇടാൻ നേരത്ത് ചിലപ്പോൾ നമ്മൾ ആദ്യം വരയ്ക്കുന്ന ഹോള് ചെറിയ ഹോളായിരിക്കും, അതിന്റെ പുറത്തു കൂടെ വരയ്ക്കുന്നേ ഉള്ളൂ. അത് സാധാരണ പൊതുവെ അങ്ങനത്തെ ഒരു ത്രെഡ് നമ്മൾ ഉപയോഗിക്കാറില്ല. നമ്മളത് മാനുഫാക്ചർ ചെയ്യാൻ നേരത്തെ അത് പാടായതുകൊണ്ടാണ്. ഓക്കെ, അപ്പൊ ഇനി അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞിരിക്കാം. അതിന് എന്തെങ്കിലും കാരണച്ചാൽ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. അപ്പോൾ 3D പ്രിന്റ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതൊന്നും ഒരു വിഷയമല്ലല്ലോ. മെറ്റലിൽ കട്ട് ചെയ്യപ്പെടല്ലേ വിഷയമുള്ളൂ. ഓക്കെ.